വളരെ കുറച്ച് വിറകിൽ തീ കത്തുന്നത് കണ്ടോ? ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പുതിയ അടുപ്പ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് ബ്ലോവർ ഉപയോഗിച്ച് കത്തിക്കണതാണ്. ബ്ലോവറിൻ്റെ എയർ എങ്ങനെ ഇതിലേ വരുന്നത് കണ്ടോ? ഈ അടുപ്പിൻ്റെ ഏറ്റവും താഴെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ? ഈ ഹോൾസിൽ കൂടെയാണ് എയർ വരുന്നത് കോൺക്രീറ്റിൻ്റെ ഉള്ളിലൂടെ. പുറത്ത് ബാക്കിലാണ് ബ്ലോവർ വെച്ചിട്ടുള്ളത്. അത് ഉള്ളിൽ കൂടെ ചുറ്റിലും ഈ റൗണ്ടിൽ ചുറ്റിലും ചെറിയ ഹോൾസ് കാണില്ലേ, അതാണ് വരുന്നത് കണ്ടോ? ഇത് നമ്മൾ തെർമോക്കോൾ ഇട്ടതാണ്, ആ കാറ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അടുപ്പിൻ്റെ ഭാഗങ്ങൾ. 2 പീസായിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടു നടക്കാൻ എളുപ്പമായിരിക്കണം. കാരണം ഒന്നിച്ച് അത്രയും ഹൈറ്റിലൊരു അടുപ്പ് വെച്ചാൽ അത് വെയിറ്റ് പൊന്തിക്കാൻ പറ്റില്ല. അപ്പോൾ പൊക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇപ്പോൾ 2 പീസായിട്ട് വെച്ചത്. പൊക്കാൻ എളുപ്പത്തിൽ 2 സൈഡിൽ നമ്മൾ പിടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെച്ച് അടിഭാഗത്തുള്ള ഇത് രണ്ടാമത്തെ അട്ടി വെച്ച് കണ്ടോ? ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ, ഒരു തീയോ പുകയൊന്നും ആ ഗ്യാപ്പ് കൂടെ വരില്ല. അത്രയും തട്ടായിട്ട് വെച്ചതാണെങ്കിലും ക്ലിയറായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കത്തിക്കാനുള്ള ഏർപ്പാട് നോക്കാം. ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ഈ കർപ്പൂരമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തിരിയോ എണ്ണയോ എന്ത് വേണമെങ്കിലും തീ പിടിപ്പിക്കാനൊന്ന് ജസ്റ്റ് എന്തെങ്കിലും വേണമെന്നുള്ളൂ. ആ തീ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതങ്ങ് കത്തിക്കോളൂ. കണ്ടോ? ഇത് പിടിച്ച് പൊക്കാനുള്ള ഒരു പിടി പോലെ വെച്ചതാണ്. കോൺക്രീറ്റ് നമുക്ക് അല്ലാതെ പിടിക്ക് പൊക്കാൻ പറ്റില്ല. പിടിക്കാനുള്ള ഏർപ്പാട് നോക്കാം. അപ്പോൾ നമ്മൾ കർപ്പൂരം വെച്ചിട്ട് ചെറിയ കുറച്ച് വിറക് ഓലക്കണി എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തീ പിടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ബ്ലോവർ ഓൺ ചെയ്യാം. ബ്ലോവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എയർ വന്നിട്ട് ഇത് തീ കത്താൻ തുടങ്ങും. ഇതുണ്ടോ, വളരെ പെട്ടെന്ന് തീ കത്തുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഈ അടുപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് സാധാരണ റോക്കറ്റ് അടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ പീസ് വിറക് ഇടാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് എത്ര വലിയ വിറക് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഉപയോഗിക്കാറുണ്ടോ. മുകളിലൂടെയും വെക്കാം, താഴെയോടെയും വെക്കാം. താഴത്ത് ഒരു ഹോളുണ്ട്, അത് നമുക്ക് വെണ്ണീരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. വെണ്ണീര് വാരാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൽ വിറകും വെച്ച് കൊടുക്കാം. 1-2 വിറക് മതി, ശരിക്കും നന്നായിട്ട് തീ കത്തും. ഇതാണ് നമ്മുടെ ബ്ലോവറിൻ്റെ കൺട്രോളർ. ഇതുണ്ടോ? ഇത് നമുക്ക് സ്പീഡ് കൂട്ടാം, എയറിൻ്റെ സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം. അതിനനുസരിച്ചായിരിക്കും തീ കത്തുന്നത്. നമുക്ക് തീ കത്തുന്നുണ്ട്. നമ്മൾ സ്പീഡ് കുറച്ചൊന്ന് ജസ്റ്റ് ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. തീ ഉണ്ടോ? മീഡിയത്തിലാണ് ഇതിപ്പോൾ കത്തുന്നത്. ഹൈ സ്പീഡിൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ല, ഹൈ സ്പീഡിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കാണിക്കുക എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇതിപ്പോൾ ഒരു മീഡിയം ലെവലിലാണ് ഈ കത്തുന്നത്. ഓക്കെ, നമ്മളൊരു പാത്രം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ. ഇത് നമ്മൾ പാത്രം വെച്ചാൽ നമുക്ക് എത്രയും വിറക് ഇതിൽ എത്ര വേണമെങ്കിലും വിറക് ഇടാം, പ്രശ്നമില്ല. ഇനിയിപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, നമുക്ക് കുറച്ച് വിറക് മതി ഇത് കത്തിക്കാൻ. 1-2 വിറകിൽ നന്നായിട്ട് കത്തും. നമുക്ക് എത്ര വേണമെങ്കിലും വിറക് ഇതിൽ നിറച്ച് വെക്കാം, കാരണം അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. മറ്റുള്ള റോക്കറ്റ് അടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പീസായിട്ട് ചെറിയ പീസുകൾ അതിൽ ഇടാൻ പറ്റുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇടാൻ പറ്റില്ല. ഇതിൽ എത്ര വലുത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. താഴെ കൂടി മുകളിൽ കൂടി നമുക്ക് വിറക് ഇടാം. അതുണ്ടോ തീ കത്തുന്നുണ്ടോ? ഇതിപ്പോൾ ഒരു നോർമൽ സ്പീഡിലാണ് ഇപ്പോൾ വെച്ചത് ബ്ലോവർ. ഹൈ സ്പീഡിലേക്ക് കടന്നിട്ടില്ല. ഹൈ സ്പീഡിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല കത്തുക. ഇത് നമ്മുടെ സ്റ്റൗവിനേക്കാളൊക്കെ വളരെ ഈസിയാണ്. ഗ്യാസ് സ്റ്റൗവിനെക്കാട്ടൊക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് വേകുന്ന ചോറൊക്കെ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അരമണിക്കൂറൊന്നും വേണ്ട, അത്രക്കും ഇതുണ്ടോ. നമ്മളിപ്പോൾ ബ്ലോവറിൻ്റെ സ്പീഡ് കൂട്ടി വെച്ചതാണ്. അപ്പം തീ പ്രഷർ കൂടി തീൻ്റെ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തീ ഇപ്പോൾ പൊങ്ങി കത്തും. ഇപ്പോൾ ഫുള്ള് ബ്ലോവർ ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കാൻ പോകണേ. അത് കണ്ടോ, ഇതാണിപ്പോൾ ഫുള്ള് ബ്ലോവറിൽ നിൽക്കുന്നത്. ഇങ്ങനെ ചെറിയ ബ്ലോവറാണ്, സൈഡിൽ കാണാം, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാം താഴെ ബ്ലോവർ വെച്ചത്. അതിൻ്റെ നോബ് അപ്പുറമുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ബ്ലോവറാണിത്. ചെറിയ ബ്ലോവറാണ്, പക്ഷേ അതിൻ്റെ ഫോഴ്സ് കണ്ടില്ലേ, തീ കത്തുന്നത് കണ്ടില്ലേ. ഇതാണ് നമ്മുടെ അടുപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. എല്ലാവരും ഇരുമ്പിലും കാസ്റ്റനിലുമാണ് ഈ സാധാരണ ഇത് ഉണ്ടാക്കുന്നത്. ഞാനത് കോൺക്രീറ്റിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുറേ എണ്ണം ട്രൈ ചെയ്തിട്ട് അവസാനം വിജയിച്ചൊരു മോഡലാണിത്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്.